കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഡീലുകളെ സംബന്ധിച്ച്. അതിപ്പോ കോൺഗ്രസ് BJP CPM ഡീലിനെ പറ്റി പറയുന്നു, CPM BJP കോൺഗ്രസ് ഡീലിനെ പറ്റി പറയുന്നു, BJP ആണെങ്കിൽ CPMന്റെ കോൺഗ്രസിന്റെ. അപ്പൊ മൂന്ന് പേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഒരു ഡീല് സംബന്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. VD സതീശൻ ഒരു RSS നേതാവിന്റെ മുൻപിൽ വണങ്ങുന്ന ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. CJP അതിനുശേഷം CJP എന്ന് പറയുമ്പോൾ CPM BJP ഡീലല്ലേ, അപ്പോൾ അതല്ലാതെ കോൺഗ്രസ് BJP ഡീല് സംബന്ധിച്ചിട്ടുള്ളൊരു തന്റെ അഭിപ്രായമാണ് ശ്രീ പിണറായി വിജയൻ പങ്കുവച്ചിട്ടുള്ളത്. എന്താണ് ശരിക്കും ആ ഒരു ഫോട്ടോയുടെയും ഇദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെയും അടിസ്ഥാനം? അത് VD സതീശനെ എതിരെ പിണറായി വിജയൻ, അതായത് ഈ BJP CPM ബാന്ധവം എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് കാലങ്ങൾക്ക് മുമ്പ് അത് ഈ ഭരണം, അതായത് എന്തുകൊണ്ട് BJP CPM ബാന്ധവം എന്ന് പറയുന്നത് വെച്ചാൽ, രണ്ടാമത്തെ ടൈമിൽ പിണറായി വിജയന്റെ ഭരണം വന്നു കഴിയുമ്പോൾ മകൾക്കെതിരെ വരുന്ന ഈ കരിമണൽ കർത്തയിൽ നിന്ന് കാശ് വാങ്ങിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം, അതായത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനി ഇങ്ങനെ അനാവശ്യമായി അച്ഛന്റെ പേര് പറഞ്ഞ് കാശ് വാങ്ങിയെന്നും അനധികൃതമായി കാശ് വാങ്ങി, കാരണമില്ലാതെ കാശ് വാങ്ങി, പിണറായി വിജയൻ AKI സെന്ററിന്റെ പേര് കൊടുത്താണ് മോളുടെ കമ്പനി രജിസ്റ്റർ ചെയ്ത്, അങ്ങനെയുള്ള കുറേ വിവാദങ്ങൾ നിൽക്കുന്നുണ്ട്. CMRL കമ്പനി വിവാദമൊക്കെ അറിയാമല്ലോ. അപ്പൊ അത്തരത്തിൽ മകളുടെ കേസ് ഉണ്ടായതിന്റെ പ്രശ്നത്തിൽ ആ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിൽ പോയി ഉള്ള സർവ്വ നീക്കങ്ങളും നടത്തുന്നത് എന്ന്. ഇപ്പം ഡൽഹി കോടതിയിലൊക്കെ ആ കേസ് നിൽക്കുകയാണ്, മകളുടെ പേരിലുള്ള കേസ്. അത് നമ്മളിവിടെ മൂവാറ്റുപുഴ MLA മാത്യു കോളിനാടനൊക്കെ നിയമസഭയിൽ അത് അവതരിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ 1990കളിലും അല്ലാതെയൊക്കെ RSS CPM സംഘടന, ജയസുമാഷിന്റെ മരണം, അതൊക്കെ ഓർമ്മയുണ്ടാവും. BJP ഇന്ന്, അതായത് രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ ജീവൻ, പിന്നെ ഒരു ദിവസം BJP-കാരൻ മരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം CPM-കാരൻ മരിക്കുന്നു, കണ്ണും പൂട്ടിയുള്ള കൊലപാതകങ്ങൾ, ഇതിനൊക്കെ ഒരു അറുതി വരികയാണ്. അപ്പൊ അതെല്ലാം പിണറായി വിജയന്റെ ഒരു ഡീൽ എന്നാണ് പറയുന്നത്. ആ ഡീൽ, അതായത് അത് BJP-യുമായിട്ടുള്ള CPM-ന്റെ ഡീല് കൊണ്ടാണ് ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള കൊലപാതകം നടക്കാത്തത്, കണ്ണൂർ സംഘർഷങ്ങൾ ഒഴിവായത് എന്നൊക്കെ പറയാതെ പറയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പോലീസിൽ MR അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഒരു ദല്ലാളാണ്, ഒരു ഇവിടുന്ന് കാര്യങ്ങൾ കേട്ടുകൊണ്ടുപോയി അവിടെ പോയി പറഞ്ഞ് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ CPM-ന് ഒരിക്കലും കാലങ്ങൾക്ക് മുമ്പേ RSS-യുമായി ബന്ധമുണ്ട് എന്ന രീതിയിൽ ഒരു കണ്ടുപിടുത്തവുമായിട്ടാണ് VD സതീശൻ ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ പിറവത്ത് അദ്ദേഹം മത്സരിക്കുന്നിടത്ത് അവിടെ അദ്ദേഹം ഒരു 2016 തിരഞ്ഞെടുപ്പിൽ ഉദ്ഘാടനം ചെയ്തൊരു ചിത്രം, ഇത് വളരെ നാള് മുമ്പേ ഇവരുടെ സൈബർ ഇടങ്ങളിൽ കിടന്ന് കറങ്ങുന്ന ചിത്രമാണ്. അത് ഒരിക്കലും അറിയാത്തതുപോലെ ഇപ്പോൾ സൈബർ ഹാൻഡിലുകൾ CPM-ന് ചെയ്തുകൊണ്ടിരിക്കുന്ന MV നികേഷ് കുമാറിനെ പോലുള്ളവർ വീണ്ടും എടുത്ത് ഇടുകയാണ്. അത് പരസ്പരം ഈ ഡീലുകളെ പറ്റി സംസാരിക്കുമ്പോൾ, അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് തെളിയിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതാണ്. ഈ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ നിന്ന് വിളക്ക് കത്തിക്കുന്നത് എന്ത് ഡീലായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് വന്നത്. സത്യത്തിൽ ഈ പറയുന്ന പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എത്രയോ നാള് മുമ്പ് ഇത് വന്നതാണ്. ഇന്ന് ഇതിപ്പോൾ എടുത്തിട്ട് അലക്കേണ്ട കാര്യം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഡീല് ആർക്കാണ് ഉണ്ടായതെന്ന് ഉറപ്പിക്കാനാണോ എന്നാണ് ചോദിക്കുന്നത്. കാര്യം ഇപ്പോൾ വോട്ടിന്റെ ഡീലാണ് നടക്കുന്നത്. നേരത്തെ ജയിലിൽ പോവാതിരിക്കാനുള്ള ഡീലായിരുന്നു. അവിടെ പോയി കാണുന്നത് നിർമ്മല സീതാരാമനുമായി പുട്ടും കടലയും കഴിച്ചത്, അവിടെ പോയി ഈ പറയുന്ന കേന്ദ്ര പൊതുമരാമത്ത് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുന്നത്. നിതിൻ ഗഡ്കരിയും ഇവിടുത്തെ പാലം, വയനാടാണോ മലപ്പുറത്ത് പാലം തകർന്നു വീണല്ലോ, പാലം തകർന്നു വീണപ്പോൾ നേരെ പിണറായി വിജയൻ പോയി ഉപഹാരം കൊടുക്കുകയാണ് ചെയ്തത് നിതിൻ ഗഡ്കരിക്ക്. നിതിൻ ഗഡ്കരിയും പിണറായി വിജയനും തമ്മിൽ വളരെ ക്ലോസ് ബന്ധം എന്ന് പറയുന്നത്. RSS നേതാവാണ് നിതിൻ ഗഡ്കരി. അപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്നത്, ഇത്തരത്തിൽ ഈ ഫോട്ടോയെ കുറിച്ച് പറയുമ്പോൾ തിരിച്ച് സതീശന്റെ മറുപടി 1977 മുതലുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന ഫോട്ടോയ്ക്ക് മുന്നിൽ നിലവിളക്ക് കൊടുത്തിട്ടുള്ള മറുപടി പറയുന്നത്. അതായത് മുഖ്യമന്ത്രി RSS-ന്റെ ഏജന്റ് ആണെന്നും 1977 CPM RSS BJP ബാന്ധവം, ഈ ബാന്ധവത്തിന്റെ തെളിവുകൾ അദ്ദേഹം പുറത്തുവിടാമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ BJP-യെ സംബന്ധിച്ച് CPM ഒരു പ്രതിപക്ഷമേ അല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് BJP-യുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയെ
അല്ലെങ്കിൽ ഡീലുകൾ ഉണ്ടാക്കാനാണെങ്കിലും അത് തന്നെയല്ലേ എളുപ്പം എന്ന് പറയുന്നത്? അല്ല, ഇതില് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇത് ഇപ്പോ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഒരു ബാന്ധവം, അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബാന്ധവം ഉണ്ടാകുന്നത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി തന്നെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു നിരന്തരമായ ഒരു ലക്ഷ്യമാണ്. വേറെ എല്ലാ സ്റ്റേറ്റുകളിലും അങ്ങനെ കയറിക്കയറാണ് വരുന്നത്. അപ്പൊ അതിവിടെ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് മനസ്സിലാകുന്നില്ല. സി പി എം ശരിക്കും അവരുടെ ഒരു ട്രാപ്പിലാണ് വീണിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ട്രാപ്പിൽ വീണുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയെ ബി ജെ പി ഇപ്പൊ ഏറ്റവും കുറഞ്ഞ 10 സീറ്റ് ഉടമ്പടിയാണ് പറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത്. 10 സീറ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ബി ജെ പിക്ക് നൽകാനായിട്ടുള്ള ഉടമ്പടി പിണറായി വിജയനോട് സംസാരിക്കുന്ന അമിത്ഷായാണെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അച്ഛനും മക്കളും തീഹാർ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ടും തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ നമ്മളോട് തമാശ രൂപേണ പറയുന്നുണ്ട്. അതുകൊണ്ട് 10 അല്ലെങ്കിൽ ഒരു 2 സീറ്റെങ്കിലും കൊടുക്കേണ്ടി വരും. കാര്യം വോട്ട് മറിക്കും. വളരെ താരതമ്യേന ദുർബലരായ സ്ഥാനാർത്ഥികളെ പലയിടങ്ങളിലും ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഇട്ടതിന്റെ പിന്നിലെ കഥയാണ് ഇവിടെ കോൺഗ്രസ് പറയുന്നത്. അപ്പോ അങ്ങനെ പറയുമ്പോൾ തീർച്ചയായും ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകൾ ഇതേപോലെ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഹോദയിൽ പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ല, ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നൊക്കെ ബി ജെ പി പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിലമ്പൂർ പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് ഇപ്പോൾ എടുത്ത തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ദുർബലരാക്കുകയും ചിലയിടത്ത് സ്ഥാനാർത്ഥികളില്ല, അല്ലെങ്കിൽ മത്സരങ്ങളില്ല എന്ന് തന്നെ അവർ വെക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു ഫ്രണ്ട്ലി വാക്ക് ഓവർ എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ ഒരു സ്റ്റൈല. അപ്പോ ഈ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന രീതിയിലാണ്. കാരണം ഇത് ഇപ്പോൾ ഈ ഫോട്ടോ കണ്ടെങ്കിൽ സി പി എം RSS ബാന്ധവത്തിന്റെ പറയുന്ന ചരിത്രം പറയുന്ന ചില സത്യങ്ങൾ അത് ഈ പറയുന്ന ഗൂഗിളിൽ കയറി തപ്പി കഴിഞ്ഞാൽ തന്നെ കിട്ടും. അതാണ് അദ്ദേഹം പറയുന്നത്. 1977 CPM RSS BJP ബാന്ധവത്തിന്റെ തെളിവുകൾ അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കാൻ BJPയുമായി ഒത്തുതീർപ്പ് ഇപ്പൊ നടക്കും. നമ്മൾ പറഞ്ഞ ഈ കേന്ദ്ര ഏജൻസികളുടെ ആയിട്ടുള്ള ഈ കേസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒത്തുതീർപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പരിധിവരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ SNC ലാവ്ലിൻ കേസ് തന്നെ ഇപ്പൊ അത് കോഷ് ചെയ്യപ്പെട്ടു എന്നൊരു സംശയമുണ്ട്. ഏത് ആ കേസ് ലാവ്ലിൻ കേസ് സുപ്രീം കോടതി കോഷ് ചെയ്യപ്പെട്ടെന്ന് സംശയമുണ്ട്. കാര്യം എത്ര തവണയാ മാറ്റി വെച്ചേ തെളിവുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പാർട്ടിക്ക് കാശ് കൊടുത്തു എന്നുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്താത്തത്. കാര്യം VS അച്യുതാനന്ദൻ അവസാന നാളുകൾക്ക് തൊട്ട് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു പിണറായി വിജയൻ അദ്ദേഹം കൈയൊഴിഞ്ഞു. കാര്യം ഈ കാശ് SNC ലാവ്ലിൻ കമ്പനിയുടെ കയ്യിൽ നിന്ന് വാങ്ങണ്ട എന്ന് പറഞ്ഞ് അവൈലബിൾ സംസ്ഥാന കമ്മിറ്റി കണ്ണൂർ പാർട്ടി ഓഫീസിൽ നടക്കുമ്പോൾ VS അതിലുണ്ടായിരുന്നു. VS പറഞ്ഞു ഞാൻ ഇതിനെതിരാണെന്ന് പറഞ്ഞു. ഈ VS ബാലാനന്ദൻ പിന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാണ് ആ മീറ്റിംഗ് ഇരുന്നത്. അതിൽ VS അന്ന് എതിർത്തതാണ്. എന്നിട്ട് ഈ കേസ് എവിടം വരെയായി? പാർട്ടി തന്നെയാണ് ഈ രേഖകൾ ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകന് കൈമാറുന്നത്. പാർട്ടി തന്നെയാണ് ചെയ്യുന്നത്. പാർട്ടി തന്നെയാണ് അതിന്റെ രേഖകളെല്ലാം കൈമാറുന്നത്. അവസാനം ഇത് സുപ്രീം കോടതിയിൽ പോയിട്ട് എന്തായി? ഇപ്പൊ മക്കളുടെ കേസ് പോയിട്ട് എന്തായി? അപ്പോൾ ഇവിടെ BJPയുമായിട്ട് വളരെ ഒരു ബാന്ധവം, അതായത് RSSന്റെ ഒരു കേഡറിസം CPMനും ഉണ്ട്. ഒരു കേഡർ സംവിധാനം, ഒരു കേഡറിസം. ആ കേഡറിസത്തിനോടുള്ള ഒരു ആഭിമുഖ്യം പിണറായി വിജയനുണ്ട്. കാര്യങ്ങൾ കാണാൻ ആ കേഡറിസം അദ്ദേഹം ഉപയോഗിക്കുന്നു. ആ കേഡർ സ്വഭാവം, കേഡർ പാർട്ടിയിലുള്ളവരോട് ഒരു ആഭിമുഖ്യം അദ്ദേഹം പുലർത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും കൂത്തുപറമ്പിൽ നിന്ന് അദ്ദേഹം ആദ്യം ജയിക്കുമ്പോൾ, കൂത്തുപറമ്പിൽ നിന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ വരുന്നത്. 1977 RSS പിന്തുണയോടെയാണ് അദ്ദേഹം നിയമസഭയിൽ കണ്ണൂരിൽ അത്തരം പല ഡീലുകളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. CPM BJPയെ സംബന്ധിച്ച് അത് ആരോപണ വിധേയങ്ങളാണ്. അതിന്റെ അപ്പുറത്തേക്കും ആ ആരോപണങ്ങളുടെ യാഥാസ്ഥികാവസ്ഥ തേടി പോകുമ്പോൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ പരസ്പരം ഡീലുകളെ സംബന്ധിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേഷൻസ് ആണ് വരുന്നത്. പ്രതിപക്ഷം കുറേയധികം കാര്യങ്ങൾ പുറത്തേക്ക് വിടും. അതോടൊപ്പം തന്നെ അതിനെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഭരണപക്ഷവും ഇത്തരത്തിലുള്ള മുൻപ് അല്ല. അതെ, ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഇതിനകത്തുള്ളൊരു വിഷയം എന്നറിയോ? ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ നേരത്തെ മുതൽ CPM കണ്ണും പൂട്ടി പറയുമായിരുന്നു. കാര്യം BJPയുടെ വോട്ടാണ് കോൺഗ്രസിൽ പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടാണ് BJPക്ക് വരുന്നത്. ഇവർ കണ്ണും പൂട്ടി അടിക്കുമായിരുന്നു. ഈ കോൺഗ്രസ് തിരിച്ചവരെ പറയുന്ന ഇവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കോൺഗ്രസ് തിരിച്ചവരെ പറയുന്നു. ഇതിപ്പോ ഒരു ത്രാസിന്റെ 2 തട്ടിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബാന്ധവം CPMനാണോ കോൺഗ്രസിനാണോ നോക്കിയാൽ CPMന് തന്നെയാണ് RSSമായിട്ട് ഏറ്റവും കൂടുതൽ ബാന്ധവമുള്ളത്. കാര്യം അങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം എല്ലാം പോകുന്നത്. ഇപ്പൊ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ 1977 RSSന്റെ പിന്തുണയിൽ മത്സരിച്ച് നിയമസഭയിലെത്തി MLA ആയ ആളാണ് പിണറായി വിജയൻ. ഇദ്ദേഹം ഓർമ്മയുണ്ടല്ലോ, ഇദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ പണ്ടൊരു പോസ്റ്റർ ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നല്ലോ ഈ ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതായത് പിണറായി വിജയൻ ജയിച്ചു വന്നത് ഉദുമയിലെ CPM RSS സംയുക്ത സ്ഥാനാർത്ഥി ആയിരുന്നില്ലേ RSS നേതാവ് KG മാരാർ. അതേ KG മാരാർ EMSന് ബാഡ്ജ് കുത്തിക്കൊടുക്കുന്ന ചിത്രം ഇപ്പോഴും ലഭ്യമാണ്, മറക്കരുത്. ഇദ്ദേഹം ജയിച്ചത് കൂത്തുപറമ്പിൽ നിന്നാണ്.
പിണറായി വിജയൻ. അപ്പോൾ പാലക്കാട് മത്സരിച്ച CPM സ്ഥാനാർത്ഥി ശിവദാസ മേനോന്റെ പ്രചാരണ പരിപാടിയിൽ മുതിർന്ന BJP നേതാവ് LK അദ്വാനി പങ്കെടുത്തു. അതായത് ശിവദാസ മേനോൻ എന്ന് പറയുന്ന ഇവിടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിച്ചൊരു നേതാവുണ്ട് CPM-ന്റെ. അദ്ദേഹം പിന്നീട് RSS-കാരനാണ് ആവുന്നത്, BJP-കാരനാവുക. BJP നേതാവ് അദ്വാനി പങ്കെടുത്തതും അത് പിണറായി വിജയൻ നിഷേധിക്കുമ്പോൾ ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായ കാര്യങ്ങളാണ്. പിന്നീട് ചരിത്രം മറന്നു പോകരുത്, ചരിത്രം മറന്നു പോകരുത്, അങ്ങനെ തന്നെയാണ് പറയുന്നത്. 1989 കോൺഗ്രസിനെ അട്ടിമറിക്കാൻ VP സിംഗിന് പിന്തുണ നൽകി. അതായത് കോൺഗ്രസിനെ മാറ്റിയിട്ട് VP സിംഗിന്റെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു 1989. അതിന് പിന്തുണ നൽകിയത് ആരായിരുന്നു? ഈ പറയുന്ന രീതിയിൽ VP സിംഗിന് പിന്തുണ കൊടുക്കാൻ EMS-ഉം ജ്യോതിവാസും അദ്വാനിയും വാജ്പേയിക്കൊപ്പം നിൽക്കുന്ന ചിത്രം. വാജ്പേയിയും അദ്വാനിയും അന്നത്തെ BJP നേതാക്കളാ. ഇവർ ഒരുമിച്ച് പിന്നെ VP സിംഗിന് പിന്തുണ കൊടുക്കുകയാണ്. ഈ VP സിംഗിന്റെ സർക്കാർ മുട്ടി വീഴും. പക്ഷേ 1989 ഒരു കഥയാണ്. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഇങ്ങനെ സന്ധി ചെയ്ത കാര്യങ്ങൾ പിണറായി വിജയൻ മറക്കരുത്. ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർക്കണം. അല്ല, ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രതിപക്ഷം ചെണ്ണി പറഞ്ഞ ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വിടും, നമുക്ക് നോക്കാം അന്ന് എന്താകും ഭരണപക്ഷം. അല്ല, ഇതിനവർക്ക് മറുപടി ഉണ്ടാകില്ല. ഇപ്പൊ ഈ വിഷയം മാറ്റിയിട്ട് മറ്റേതെങ്കിലും പുതിയ വിഷയമായി വരുമായിരിക്കും. അതിനെയും ഞാനുമായി നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ CPM-ന്റെ സവർണരോടുള്ള ഒരു സ്നേഹം, ഈ പാർട്ടിയിലെ ജാതിയിലെ ഹിന്ദു ഭൂരിപക്ഷത്തിൽ സവർണരോടുള്ള സ്നേഹം വെളിവാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പിണറായി വിജയനും VS അച്യുതാനന്ദനും അല്ലാതെ ഈ വേറെ ഈ SNDP സമുദായത്തിൽ, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? കാര്യം ഇവര് ഈ പറയുന്ന രീതി, ഇപ്പൊ പോളിറ്റ് ബ്യൂറോയിൽ സീതാറാം യെച്ചൂരി ബ്രാഹ്മണനായിരുന്നു, പ്രകാശ് കാരാട്ട് ആരാണ്? നായരാണ്. അവരുടെ തലപ്പത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ജാതി വെറിയുള്ളത് ഈ പാർട്ടിക്കാണ്. ഏറ്റവും കൂടുതൽ ഈ ഗൗരിയമ്മ എന്ന് പറയുന്ന വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ പോയപ്പോഴത്തേക്ക് ആ ഈഴത്തെ മുഖ്യമന്ത്രി ആക്കേണ്ടെന്ന് EMS പറഞ്ഞതായിട്ട് ഗൗരിയമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ജാതി വെറിയും ഇത്ര ജാതീയതയും ഉള്ള ഈ പാർട്ടിക്കാണ്. പിന്നെ വടി കൊടുത്ത് അടി വാങ്ങുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ താങ്കളുടെ PR സൈബർ ഇടങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഒരു വിളക്ക് കൊളുത്തി ഒരു പടം കാണിച്ചെങ്കിൽ നിരവധി ഉദാഹരണങ്ങൾ സഹിതമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനിയും പറഞ്ഞു പോകാനാണെങ്കിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം തെളിവ് നിർത്തുന്നു. തീർച്ചയായും ചരിത്രത്തിന്റെ ഭാഗമായി എന്ന് പറയുന്നവര് തന്നെയാണ് ഈ മതത്തിന്റെ അല്ലെങ്കിൽ ജാതിയുടെ ഇതിന്റെ ഏറ്റവും കൂടുതൽ വെറി ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അതാണോ അല്ലയോ എന്നുള്ളത് ഏതായാലും നമുക്ക് ഇത്തരം തെളിവുകൾ VD സതീശൻ നിരത്തുമ്പോൾ ഇനി എന്ത് തിരികെ പറയും പ്രതികരണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.